ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന അധ്യക്ഷൻ RV ബാബു കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ RV ബാബു, അങ്ങ് കോടതിയുടെ തീരുമാനങ്ങളെല്ലാം സ്വാഭാവികമായി അറിഞ്ഞു കാണുമല്ലോ. നമ്മുടെ സംസ്ഥാനത്ത് വളരെ സുപ്രധാനമായ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുകയാണ്. ഒരുപക്ഷെ മാർച്ച് മാസത്തിലെ ആദ്യത്തെ ആഴ്ചയിൽ അത് സംബന്ധിച്ചുള്ള വിജ്ഞാപനം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് നിന്നുണ്ടാകും. ഏതാണ്ട് അതേ സമയത്ത് തന്നെ നമ്മുടെ പരമോന്നത നീതിപീഠം ശബരിമലയിലെ ഈ വളരെ പ്രധാനപ്പെട്ട കേസ് പരിഗണനയ്ക്കെടുക്കുകയാണ്. ഈ സമയത്ത് തന്നെ സുപ്രീം കോടതി ഈ കേസ് പരിഗണനയ്ക്ക് എടുക്കുക, തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പായിട്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ CPM-നെ വല്ലാതെ ആശയപ്രതിസന്ധിയിലാക്കുന്ന ഒരു നടപടിയായി പോയി. ഇപ്പൊ CPM എന്ത് ചെയ്യണം എന്നുള്ളൊരു സ്ഥിതിവിശേഷമുണ്ട്. ഇപ്പൊ CPM-ന് അവർ പ്രഖ്യാപിച്ച ഒരു നിലപാടുണ്ടായിരുന്നു 2009 ആ നിലപാട് പാർട്ടിയുടെ നിലപാടാണ്, ദേവസ്വം ബോർഡിന്റെ നിലപാടായിട്ട് അന്ന് സുപ്രീം കോടതി സമർപ്പിച്ചത്. അത് സ്ത്രീകൾക്ക് ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കാം, ഈ പറയുന്ന ശബരിമലയിലെ സ്ത്രീ പ്രവേശന വിലക്ക് നീക്കണം, അതായത് 50-നും 10-നും ഇടയിലുള്ള സ്ത്രീകളുടെ പ്രവേശന വിലക്ക് നീക്കണം എന്ന അഭിപ്രായമാണ് അന്ന് CPM-ന്റെ നേതൃത്വത്തിലുള്ള ഭരണ സംവിധാനം, അതായത് അന്നത്തെ ദേവസ്വം ബോർഡ് സമർപ്പിച്ചത്. അതിനുശേഷം 2018 ഈ സുപ്രീം കോടതിയുടെ വിധി വന്നതിന് ശേഷം ഉണ്ടായ ജനകീയമായ പ്രക്ഷോഭങ്ങൾ, ആ പ്രക്ഷോഭത്തിനെ തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ തിരിച്ചടി CPM-നെ വലിയ തോതിൽ മാറ്റി ചിന്തിപ്പിക്കുകയും ജനങ്ങളോട് തങ്ങൾ വിശ്വാസികൾക്കൊപ്പമാണ്, തങ്ങൾക്ക് തെറ്റുപറ്റി എന്ന് പറഞ്ഞ് ഓരോ വീട്ടിലും കയറി ഇറങ്ങി മാപ്പ് പറയുന്ന വിശേഷം ഉണ്ടായതും നമ്മൾ കണ്ടു. അപ്പൊ വീണ്ടും പക്ഷെ അപ്പോഴും ഞങ്ങൾ സുപ്രീം കോടതിയുടെ നിലപാടിന് അനുസരിച്ചിട്ടായിരിക്കും സർക്കാരിന്റെ നിലപാടെടുക്കുക, സുപ്രീം കോടതി എന്ത് പറയുന്നു അത് ഞങ്ങൾ നടപ്പാക്കും എന്നൊക്കെ സർക്കാർ പറയുകയും CPM ഒരു വ്യക്തമായ നിലപാട് പറയാതിരിക്കുകയും ചെയ്യുകയാണ്. ഈ കഴിഞ്ഞ 2018 തിരിച്ചടികൾക്ക് ശേഷം CPM വിശ്വാസികൾക്കൊപ്പമാണ് എന്ന് പറയുമ്പോഴും ഒരു ലിഖിതമായ നിലപാട് ഇതുവരെ CPM പറഞ്ഞിട്ടില്ല. അതെന്താണ് ശബരിമലയിൽ സ്ത്രീകൾക്ക് അപ്പൊ അത് കോടതി തീരുമാനിക്കട്ടെ എന്നാണ്. CPM-ന്റെ അഭിപ്രായം എന്താണ് ഈ വിഷയത്തിൽ? അത് പറയുന്നില്ല. ഇവിടെ പ്രശ്നം ഇപ്പോൾ CPM-ന് ഒരു നിലപാട് പറയാൻ പറ്റാത്ത ഒരു സാഹചര്യം കൂടി ഉണ്ട്. അതിന്റെ കാരണം ഈ വിഷയത്തിൽ സുപ്രീം കോടതി പരിഗണിക്കുന്ന വിഷയത്തിൽ ശബരിമലയിലെ സ്ത്രീ പ്രവേശനം മാത്രമല്ല വരുന്നത്, മുസ്ലിം സ്ത്രീകളുടെ പള്ളിയിലേക്കുള്ള പ്രവേശനം കൂടിയും സുപ്രീം കോടതി പരിഗണിക്കുന്നുണ്ട്. അപ്പോൾ സ്ത്രീകളുടെ മുസ്ലിം പള്ളിയിലേക്കുള്ള പ്രവേശനം പരിഗണിക്കുന്ന സാഹചര്യത്തിൽ ഈ ശബരിമലയിലെ സ്ത്രീ പ്രവേശനത്തിന് കണ്ണുപൂട്ടി പിന്തുണച്ച CPM-ന് മുസ്ലിം സ്ത്രീകൾക്ക് പള്ളിയിൽ പ്രവേശനം കൊടുക്കണം എന്ന നിലപാട് അതേപോലെ എടുക്കാൻ പറ്റില്ല. കാരണം അത് സംഘടിത മതവിഭാഗങ്ങളാണ്. ആ മതവിഭാഗങ്ങളുടെ കാര്യത്തിൽ പാർട്ടി നിലപാടെടുത്താൽ സ്ത്രീ പ്രവേശനം, സ്ത്രീ തുല്യത, സ്ത്രീകളുടെ സ്വാതന്ത്ര്യം, സ്ത്രീകളുടെ സമത്വം, ഈ മുദ്രാവാക്യമൊന്നും അവിടെ ചെലവാവില്ല. അത് ചെലവാകുന്ന ഒരു സ്ഥലത്ത് മാത്രമേ ഉള്ളൂ. അത് ഹിന്ദുക്കളുടെ വിഷയത്തിൽ മാത്രമാണ്, ഹിന്ദുക്കളുടെ ആചാരങ്ങളിൽ മാത്രമാണ് ഈ പറയുന്ന സ്ത്രീ സമത്വം, സ്വാതന്ത്ര്യം എന്നൊക്കെ പറഞ്ഞ മുദ്രാവാക്യങ്ങൾ ചെലവാകുള്ളൂ. ബാക്കിയുള്ള സ്ഥലത്ത് അതുകൊണ്ട് ചെന്നാൽ തിരിച്ചടി കിട്ടും. അതുകൊണ്ട് CPM ഇപ്പോൾ വല്ലാത്ത ഒരു പ്രതിസന്ധിയിലാണ്. കാരണം ഇത് കേസ് ഒരുമിച്ചാണ് പരിഗണിക്കുന്നത്. പള്ളിയിലെ സ്ത്രീകൾക്ക് പ്രവേശിപ്പിക്കുന്നത് മുസ്ലിം മതം തീരുമാനിക്കട്ടെ, ഇവിടെ സർക്കാർ തീരുമാനിക്കും എന്ന ഇരട്ടത്താപ്പ് എടുക്കാൻ പറ്റില്ല. ഏതെങ്കിലും ഒറ്റ നിലപാടേ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇപ്പോൾ CPM നേരത്തെ തന്നെ ഒരു നിലപാടെടുത്തിട്ടുണ്ട്. ശരീഅത്തുമായി ബന്ധപ്പെട്ട കേസ് ഇപ്പോൾ സുപ്രീം കോടതി നടന്നുകൊണ്ടിരിക്കുമ്പോൾ വളരെ നേരത്തെ തന്നെ സുപ്രീം കോടതിയിൽ ഇടതുപക്ഷ സർക്കാർ കൊടുത്തിട്ടുള്ള അഫിഡാവിറ്റിൽ ശരീഅത്താണ് ശരിയെന്നായിരുന്നു പറഞ്ഞത്. അതായത് മുസ്ലിം വ്യക്തി നിയമത്തിന് അനുസൃതമായിട്ട് ഒരു നിയമ സംവിധാനം നിലനിൽക്കുന്നതിന് അനുകൂലമായി ഏകീകൃത സിവിൽ കോഡിന് എതിരായിട്ടുള്ള നിലപാടാണ് CPM സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ അഫിഡാവിറ്റ് കൊടുത്തിട്ടുള്ളത്. അപ്പോ ആ നിലയ്ക്ക് മുസ്ലിം മതവിശ്വാസത്തോടൊപ്പം നിൽക്കുന്നതിൽ അവരൊരു മടിയും കാണിക്കാറില്ല. എന്നാൽ ഹിന്ദു വിശ്വാസങ്ങളോടുള്ള സർക്കാരിന്റെ നിലപാട്, CPM-ന്റെ നിലപാട് എപ്പോഴും ഇരട്ടത്താപ്പ് നിറഞ്ഞതാണ്. അത് വിശ്വാസികൾക്കൊപ്പമായിരുന്നില്ല, വിശ്വാസികൾക്ക് എതിരായിട്ടുള്ള നിലപാടാണ് എടുത്തിരുന്നത്. ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായിട്ട് ഈ കേസ് സുപ്രീം കോടതിയിൽ വരുമ്പോൾ CPM ഇപ്പോൾ വല്ലാത്ത പ്രതിസന്ധിയിലാണ്. കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യാത്ത അവസ്ഥയിലാണ്. ഇത് ഈ എങ്ങും എത്താത്ത ഒരു നിലപാട് എടുക്കേണ്ട സാഹചര്യം CPM-നെ കൊണ്ട് നിർത്തിക്കും. CPM-ന്റെ കള്ളി പുറത്താവുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഈ വരും ദിവസങ്ങൾ നമ്മൾ കാണാൻ പോകുന്നത്. ശ്രീ RV ബാബു, ഒപ്പം ഭക്തരെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ മറ്റൊരു നീക്കം ഇന്നിപ്പോൾ സുപ്രീം കോടതിയിൽ ഉണ്ടായിരിക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നാണ്. കാരണം കേന്ദ്ര സർക്കാർ ഇപ്പോൾ കോടതിയിൽ പുനഃപരിശോധന അനിവാര്യമാണെന്നും പുനഃപരിശോധനയ്ക്കായുള്ള എല്ലാ ഹർജികളെയും പിന്തുണയ്ക്കുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. അല്ല, കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ വളരെ ഉദാരമായിട്ടുള്ള സമീപനമാണ് എടുത്തിട്ടുള്ളത്. നേരത്തെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ നിലപാട് ആ കാര്യത്തിൽ അവർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്, പലപ്പോഴായിട്ട് അത് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോ ഹൈന്ദവ സംഘടനകളുടെ ഭാഗത്തു നിന്നും പുനഃപരിശോധനാ ഹർജി വിശ്വ ഹിന്ദു പരിഷത്ത്, അയ്യപ്പ സേവാ സമാജം തുടങ്ങിയിട്ടുള്ള സംഘടനകളുടെ ഭാഗത്തു നിന്നും NSS-ഉം ഈ തരത്തിലുള്ള പുനഃപരിശോധനാ ഹർജി ആയിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്.
അപ്പോ അതിനോട് പുനഃപരിശോധനാ ഹർജി വേണം. പക്ഷേ പുനഃപരിശോധനയെ സംബന്ധിച്ച് വരുമ്പോൾ ശബരിമലയുടെ കാര്യത്തിൽ മാത്രമല്ല വേണ്ടത്. ഇപ്പൊ സുപ്രീം കോടതി തന്നെ നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഈ പറയുന്ന മുസ്ലിം പള്ളികളുടെ പ്രവേശനത്തെ സംബന്ധിച്ചും കേന്ദ്ര സർക്കാർ നിലപാട് വ്യക്തമാക്കേണ്ടി വരും. അപ്പോ ശബരിമലയിലും മാത്രമല്ല അവിടെയും ഈ കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ നിലപാട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു നിലപാടായിരിക്കും. അത് മൊത്തത്തിൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് പൊതുവെ കണക്കാക്കപ്പെടുന്നത്.